ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പോസ്തലനായ പൗലോസ് വ്യത്യസ്തമായ ചിന്തകൾ പലപ്പോഴും പകർന്നു വന്നിട്ടുണ്ട്. ഈ ധ്യാനചിന്തയിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച വാക്ക് ബലഹീനതകളിൽ പ്രശംസിക്കുവാൻ പൗലോസ് തയ്യാറാകുന്നു എന്നുള്ളത്. എന്താണ് പൗലോസിൻ്റെ ബലഹീനതയെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചില ചിന്തകൾ വായനക്കാർക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, പൗലോസ് ശരീരത്തിൽ ചില രോഗങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്നു. അത് തൻ്റെ കാഴ്ചയുടെ പ്രശ്നമാണെന്നും തൻ്റെ വീഴ്ചയിൽ തനിക്ക് സംഭവിച്ച എന്തോ ക്ഷതങ്ങളാണെന്നും ഒക്കെ പറയുന്നു. തന്നെയല്ല, പൗലോസ് കാഴ്ചയ്ക്ക് നല്ല സുമുഖനല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലുകൾ വളഞ്ഞ കാലുകളും പൊക്കം കുറഞ്ഞുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പിന്നെയും പൗലോസിനെ നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചാൽ, പൗലോസ് പറയുന്ന തൻ്റെ വാക്കുകളിലൂടെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ, താൻ ഒരു വലിയ പ്രാസംഗികനല്ലായിരുന്നു. വെച്ചാൽ വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുവാനും അങ്ങനെ ഒരു കഴിവ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, പൗലോസിന് എഴുതാൻ നല്ല കഴിവായിരുന്നു, പക്ഷേ പ്രസംഗിക്കുവാൻ അത്രത്തോളം കഴിവുള്ളയാളായിരുന്നു. പിന്നീട് നമ്മൾ ചിന്തിച്ചാൽ, തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്തിയപ്പോൾ കുതിരയിൽ കയറിപ്പോയവൻ നടന്നു പോകുകയും, പ്രൈസ് ദി ലോർഡ്, ഒരു പുതപ്പ് കയ്യിലില്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. എഴുതുവാൻ ചർമ്മലിഖിതങ്ങളില്ലാത്ത അവസ്ഥ, തണുപ്പിനെ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത ശരീരത്തിൻ്റെ ആ പുഷ്ടിയില്ലാത്ത അവസ്ഥ. അപ്പം ഇതൊക്കെ പ്രശംസാ വിഷയങ്ങളാക്കേണ്ടതല്ല. ഇതൊക്കെ ആളുകൾ പറയാൻ ഒരിക്കലും തയ്യാറാകുകയില്ല. തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച രോഗമോ താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നുമല്ല, പകരം തൻ്റെ കഴിവുകളായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ പൗലോസ് ഇവിടെ പറയുകയാണ്, എൻ്റെ ബലഹീനത എന്നുള്ളത് ഞാൻ പ്രശംസിക്കും. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്, കഷ്ടതയിൽ ഞാൻ ആയിപ്പോയത് അതെനിക്ക് പ്രശംസയാണ്. കാരണം എൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോട് അതൊന്ന് അനുഭവിച്ചറിയാൻ, ഒരല്പമൊക്കെ ഒന്ന് അനുഭവിച്ചറിയാൻ. കർത്താവ് അടികൊണ്ടപ്പോൾ, ഓ ജീസസ്, എനിക്കും ആ അടി കുറച്ചൊന്ന് കൊള്ളാൻ പറ്റിയത്, ആ അനുഭവത്തോട് എനിക്കൊന്ന് സമനാകാൻ കഴിഞ്ഞത്,
ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന പൗലോസിന്റെ വാക്കുകൾ, ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന 2 ചിന്തകൾ. പൗലോസ് അത് പ്രശംസയാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഒന്ന്, ദൈവത്തിൻ്റെ കൃപ, 2, ദൈവത്തിൻ്റെ ശക്തി തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഈ ബലഹീനതയിൽ. അപ്പോൾ കുറവ് തീർത്ത് മുന്നിൽ നിർത്തി പ്രവർത്തിപ്പിക്കുന്ന ദൈവത്തെക്കാൾ ഉപരി നമ്മുടെ കുറവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കൃപ അതിൽ പൊതിഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് ഞാനിവിടെ കാണുന്നത്. ഹല്ലേലൂയ. പൗലോസിന്റെ കാഴ്ച ശക്തി പൂർണ്ണമായി തിരികെ കൊടുത്ത് കാലിൻ്റെ വളവുകൾ മാറ്റി പ്രസംഗിക്കുവാനുള്ള ചാതുര്യങ്ങൾ കൊടുത്ത്, എന്ന് വെച്ചാൽ ഹല്ലേലൂയ, കുതിരയ്ക്ക് 2 കുതിരയെ കൊടുത്ത് അല്ല, എന്തൊക്കെ ബലഹീനതകൾ പൗലോസ് പറയുന്നു അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ, പ്രൈസ് ദി ലോർഡ്, ദൈവം അതിനകത്ത് കൃപ കൊടുത്ത്, ദൈവത്തിൻ്റെ ശക്തി കൊടുത്ത് പൗലോസിനെ ദൈവം ഉപയോഗിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ അനുഭവിച്ച ബലഹീനതകളെല്ലാം എനിക്ക് ദൈവത്തിൽ ബൂസ്റ്റ് ചെയ്യുവാൻ, പ്രശംസിക്കാൻ വകയുണ്ട്. കാരണം ഹല്ലേലൂയ, ഹല്ലേലൂയ, അതാണ് നിങ്ങൾ ഈ എന്നിൽ കാണുന്ന ദൈവപ്രവർത്തികളെല്ലാം എന്ന് പറയാനിടയായി. മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വാക്സാമർഥ്യമില്ലാത്തവൻ, വാക്ചാതുര്യമില്ല എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഫറവോന്റെ മുൻപിൽ പോയി നിൽക്കുവാനുള്ള ഒരു വാക്ചാതുര്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ മോശയ്ക്ക് വാക്ചാതുര്യത്തെ കൊടുത്ത് വിടുകയല്ല അവിടെ ദൈവം ചെയ്തത്. അവൻ്റെ ആ കുറവ്, ആ ബലഹീനത നിലനിർത്തിക്കൊണ്ട് തന്നെ ഫറവോന്റെ മുമ്പിലേക്ക് ദൈവം അവനെ അയക്കുക. ആ കുറവ് നിലനിർത്തിക്കൊണ്ട് അവനെ അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യിരെമ്യാവ് തൻ്റെ വിളിക്കുമ്പോൾ യിരെമ്യാവ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ബാലകനാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ കുറവ് പറയുമ്പോൾ, 2, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ സംസാരിക്കാൻ അറിയാത്ത ബാലകനായ യിരെമ്യാവിനെ, ഹല്ലേലൂയ, പ്രായം കുറച്ചൊക്കെ കഴിഞ്ഞിട്ടും കുറെ സംസാരത്തിനുള്ള ആ ട്രെയിനിങ് ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അതിനൊരു കഴിവ് കൊടുത്ത് വിടാമെന്നല്ല. ഹോവയായി ദൈവം അവനോട് പറയുന്നത്, സ്തോത്രം, നീ ബാലകനെന്ന് പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. അപ്പോൾ അവൻ എന്തൊക്കെ അവനിൽ കണ്ട കുറവുണ്ടോ ആ കുറവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈവം അവനെ, ഹല്ലേലൂയ, തൻ്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒരു ചിന്തയൂടെ ഇതിനോട് ചേർന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞ് പോകാൻ പറയുമ്പോൾ അവൻ സമർപ്പിച്ച്, തന്നെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തു പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ തൻ്റെ കുറവ് പറഞ്ഞു എങ്കിലും ദൈവം പറയുമ്പോൾ തന്നെ തന്നെ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഹല്ലേലൂയ. പൗലോസ് തനിക്ക് ബലഹീനതകൾ പറയാൻ 1000 ഉണ്ടാകാം, പക്ഷെ അതൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയല്ല, പകരം ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെ തന്നെ സമർപ്പിച്ച്, പ്രൈസ് ദി ലോർഡ്, ബലഹീനതകൾ തനിക്കുണ്ട് എന്നറിഞ്ഞ്
അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ പൗലോസിന് ദൈവം ശക്തമായി തൻ്റെ കൃപയും തൻ്റെ ശക്തിയും അവൻ്റെ മേൽ നിറച്ച് ഉപയോഗിക്കുന്നതായിട്ട് കാണും. ഇന്ന് പകൽക്കാലം ഞാനിവിടെ നിർത്തട്ടെ. കുറവുകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ കർത്താവിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതൊന്നും മാറ്റിക്കളഞ്ഞുകൊണ്ടല്ല, നിലനിർത്തിക്കൊണ്ട്. ഹല്ലേലൂയ. ബലഹീനതകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയും. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കുറവ് പറഞ്ഞു മാറി നിൽക്കുകയല്ല. ഹല്ലേലൂയ. കർത്താവ് കൃപയും ശക്തിയും അയക്കാൻ ഇന്നും തയ്യാറാ. നമ്മുടെ സമർപ്പണമാണ് അവിടെ ആവശ്യം. സമർപ്പിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ കുറവുകളെ കൃപ കൊണ്ടും ശക്തി കൊണ്ടും ഹല്ലേലൂയ മാറ്റി കർത്താവ് ഉപയോഗിക്കും. ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നിത്യനായ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകൾ, കുറവുകൾ അങ്ങ് അറിയുന്നു. അങ്ങയ്ക്ക് ഞങ്ങളെ ഉപയോഗിക്കുവാൻ അവ ഒരു തടസ്സമല്ല. അവ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നിലനിർത്തി തന്നെ അങ്ങയുടെ പദ്ധതി ചെയ്യുവാൻ ആ കൃപയും ശക്തിയും അയച്ച്, അതെ, കുറവുകളെ ഞങ്ങൾ ഓർക്കുമ്പോൾ പ്രശംസിക്കത്തക്ക രീതിയിൽ, ഓ ജീസസ് ഹല്ലേലൂയ, ഞങ്ങളല്ല അങ്ങാണത് ചെയ്യുന്നതെന്ന് പറയത്തക്ക രീതിയിൽ അവ മാറുന്നതോർത്തും സ്തോത്രം. ഹല്ലേലൂയ. ആ കുറവുകളാണ് അങ്ങാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതും എന്നോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കണമേ അപ്പ. ഞങ്ങളുടെ ബലഹീനതകൾ, കുറവുകളെ പറഞ്ഞ് മാറി നിൽക്കുകയല്ല, സമർപ്പിക്കുവാൻ കർത്താവേ ഹല്ലേലൂയ ഏൽപ്പിച്ചു തരുവാനും ഞങ്ങൾക്ക് ഈ ചിന്തകളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് പ്രഭാതം ഈ വചനം ചിലരുടെ ഹൃദയത്തിൽ സ്പർശിക്കണമേ. മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനതയുടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.